ഞാൻ ഫൈനൽ ഇയർ എത്തി നിൽക്കുകയാണ്. എനിക്കിപ്പോൾ തോന്നും ലൈക്ക് MBBS ഒരു വിലയില്ലേ, ലൈക്ക് MBBS ഒരു PGക്ക് എപ്പിയർ ചെയ്യാനുള്ള, നീറ്റ് PGക്ക് എപ്പിയർ ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ ആയി മാറിയിട്ടുണ്ടോ? ഈ ഡിഗ്രി എടുക്കാൻ വരുന്നവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി പോലെയല്ല MBBS. ഇതിനൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് സ്വന്തമായിട്ട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, നമ്മുടെ നാടിനോടൊരു കമ്മിറ്റഡ് ആണ്, നമ്മുടെ നാടിനോടും നമ്മുടെ രോഗികളോടും കമ്മിറ്റഡ് ആണ്. അപ്പോൾ അതിൽ കുറേ പഠനങ്ങൾ നമ്മൾ ഇനിയും പഠിക്കാനുണ്ടാവും, കുറേ ഉയരങ്ങളിലേക്ക് പോകാനുണ്ടാവും. ഇതൊക്കെ പോകുമ്പോഴത്തേക്ക് കുറച്ച് വർഷങ്ങൾ അതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതേസമയം ഇപ്പം വേറൊരു ഗ്രാജുവേഷൻ കഴിഞ്ഞ പാടെ ബിസിനസ് തുടങ്ങുന്ന ആൾക്കോ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ പാടെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്കൊന്നും ഈ ഒരു രീതിയിൽ പഠനത്തിന് ആവശ്യമില്ല. അല്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ അവർക്ക് പൈസ ഉണ്ടാക്കി പോകാം. പക്ഷേ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന സർവീസാണത്. നമ്മുടെ മൈൻഡിലേക്ക് ആ തോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കൊന്ന് അതായിരിക്കണം നമ്മളെ തന്നെ ചേഞ്ച് ചെയ്യുന്നത്. മനുഷ്യന് പഠനം നിർബന്ധമാണ്, അല്ലെങ്കിൽ അവന് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി അവൻ പഠിക്കുന്നത്. അത് ഏറ്റവും നന്നായി ചെയ്യുന്നത് MBBSകാരാണ്. കാരണം MBBS പഠനം കഴിഞ്ഞ ശേഷം അവർ നമ്മളെ സേവിക്കാൻ, ഇപ്പം നമ്മളെപ്പോലൊരു സാധാരണക്കാരെ എന്തെങ്കിലും അസുഖമായി കിടക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്കാണ് വരുന്നത്. അപ്പം നമ്മുടെ ഹെൽത്തിനെ നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളെടുത്ത് വരുന്നത്. അത് വലിയൊരു എന്താ പറയുക ടാസ്ക്കായിട്ടാണ് ഞാൻ പറയുന്നത്. സാധാരണ മറ്റുള്ളവരെക്കാളും നിങ്ങൾ കുറച്ചുകൂടെ വാല്യൂബിളാണ്. മേ ബി ഫിനാൻഷ്യലി ചിലപ്പോൾ അവരത്ര ഉയരങ്ങളിൽ ചിലപ്പോൾ ഇനീഷ്യലി എത്താൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ സമൂഹത്തിന് നിങ്ങൾ ഭയങ്കര വാല്യൂബിളാണ്. ആ DR എന്നൊരു പദം നിങ്ങളുടെ പേരിന് മുന്നിലുള്ളതും സമൂഹം നിങ്ങളെ ബഹുമാനിക്കുന്നതും ആ പദമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ആ പദത്തിന് ഒരു വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും നമ്മളിത് എടുത്തത് ചെറുതായി പോയി എന്ന് തോന്നരുത്. മറ്റാർക്കും എടുക്കാൻ പറ്റാത്ത വലിയൊരു കാര്യമാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്.